ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തീരുമാനെങ്കിൽ അമ്മയുടെ കഴുത്തിൽ മുറുകുന്നതിന് മുമ്പ് ഞാൻ എന്നെ തീർക്കും. ഇല്ലാത്തൊരു ലോകത്ത് എനിക്ക് ജീവിക്കണ്ട. വിവരമില്ലായ്മ കഴിവുകൾ മറച്ചു വെക്കാനേ വ്രതം എടുക്കുന്ന ശീലമുണ്ട് ചില പെണ്ണുങ്ങൾക്ക്. എനിക്കത് കാണുന്നതും കലിയ, കേൾക്കുന്നതും കലിയ. ഈശ്വര, നവീന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണം. അവന് വിധിച്ചിരിക്കുന്ന പെൺകുട്ടി ആരായാലും ആ കുട്ടിക്ക് ആയുസ്സിന് ദോഷമൊന്നും ഉണ്ടാവരുത്. കാലാകാലങ്ങളായി കളരിക്കൽ കുടുംബം അനുഭവിക്കുന്ന ശാപദോഷം മാറ്റിത്തരണേ. തൊഴുതിട്ടും പ്രാർത്ഥിച്ചിട്ടും അസ്വസ്ഥത മാറുന്നില്ല അല്ലേ? ബ്രഹ്മശാപമാണ്. പൂണൂൽ പൊട്ടിച്ച് കൈ ചേർത്ത് വെച്ച ശാപം. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും പരമ്പരകൾ മാറിയാലും ശാപത്തിന്റെ മൂർച്ച കുറയില്ല. വിവിധ പ്രായത്തിലുള്ള സ്ത്രീകൾ മരിച്ചതിനെല്ലാം ഒരേ ഒരു കാരണം: സർപ്പദംശനം. തെറ്റിയ കാഴ്ചകളായി ഓരോ മുഖങ്ങളും കാണേണ്ടി വരുന്നു അല്ലേ? അതെ സ്വാമി, പുതിയ തലമുറയോട് ശാപത്തിന്റെ കണക്കു പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അറിയുന്നവർക്ക് ഉറങ്ങാനും ആകുന്നില്ല. എന്തെങ്കിലും ഒരു പ്രതിവിധി കൂടി ഒന്ന് പറഞ്ഞു തരാമോ എനിക്ക്? നാഗത്തറകൾ കാട് പിടിച്ചു കിടക്കുകയാണല്ലോ. വിളക്ക് പോലും തെളിയിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നാഗാരാധന മുടക്കുന്നത് മഹാപാപം തന്നെ. സർപ്പദംശനത്തെയാണ് പേടിക്കുന്നതെങ്കിൽ കേണപേക്ഷിക്കേണ്ടത് അവരുടെ മുന്നിൽ തന്നെയാ. തറവാട്ടിലെ കാവുകളും ചിത്രകൂടങ്ങളും വൃത്തിയും വെടിപ്പുമാക്കി ശാപമോക്ഷത്തിനുള്ള പൂജ ചെയ്തു നോക്കിയാൽ ഒരുപക്ഷെ ഫലമുണ്ടാകാം. പക്ഷെ അത് ചെയ്യാതെ ഫലം കാക്ഷിക്കുകയും വേണ്ട. ചെയ്യാം, എത്രയും പെട്ടെന്ന് ചെയ്യാം. ശാപമോക്ഷ പൂജയിൽ വീഴ്ചകൾ വന്നുകൂടാ. വന്നാൽ സർവനാശമാണ്. ഹലോ ജലജ ചേച്ചി. ആ കൃഷ്ണ ഹോസ്പിറ്റലിൽ നിന്ന് വന്നോ? ആ വന്നു. എപ്പോ എത്തി? ദോ കുറച്ചു മുന്നേ വന്ന് കേറിയതേ ഉള്ളൂ. അതെ, ജലജ ചേച്ചി നാളെ ഒന്ന് ഇങ്ങോട്ട് വരണം കേട്ടോ. എന്താടി? കുറച്ച് കയറ് കൂടി നാളെ സംഘത്തിൽ കൊടുക്കാനുണ്ട്. ആ പോന്നോ? ശരി, ഞാൻ വരാം. ശരി. എന്റെ മോൾക്കൊരു ബാധ്യതയായിട്ട് ഞാൻ എന്നെ ജീവിക്കില്ല. അമ്മേ, ഇതെന്താ വാതിൽ പൂട്ടിയിട്ടിരിക്കുന്നേ? അമ്മേ വാതിലോർന്നേ. അമ്മേ, അമ്മേ വാതിൽ തുറക്കമ്മേ. അമ്മേ, അമ്മേ, അമ്മേ. അമ്മേ, അമ്മേ, എന്താ അമ്മേ കാണിക്കുന്നേ? എന്താ അമ്മയ്ക്ക് പറ്റിയേ? അമ്മ താഴെ ഇറങ്ങ. ആ വാതിൽ തുറന്നേ. ഇല്ല, എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു എന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? എന്നെ രക്ഷിച്ചെടുക്കണമെങ്കിൽ എത്ര ലക്ഷം കൊടുക്കേണ്ടത്? 10 ലക്ഷം അല്ലേ? ലക്ഷത്തിന്റെ വിലയൊന്നും ഈ തങ്കത്തിനല്ലടി. നീ പറഞ്ഞില്ലെങ്കിലും നേഴ്സ് കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. എനിക്ക് ജീവിക്കണ്ട. നിന്നെ കടക്കാരിയാക്കിയിട്ട് എനിക്ക് ജീവിക്കണ്ട. അമ്മേ, അവരെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാർഗം ഞാൻ കണ്ടോളാം. ഞാൻ പറയുന്ന കേക്കമ്മ.
കൃഷ്ണമോളല്ലേ പറയുന്നത്. താഴെ ഇറങ്ങമ്മേ. ഈ തീരുമാനത്തിന് ഞാൻ തോറ്റുപോയാ എന്നേക്കുമായി നീ തോറ്റുപോകും. ഞാനത് തീരുമാനിച്ചതാ. എനിക്ക് വേറെ വഴിയില്ല. അമ്മേ, അമ്മേ. അമ്മേ, ചാകാനാണ് തീരുമാനമെങ്കിൽ ചത്തോ. പക്ഷെ അമ്മയുടെ കഴുത്തിൽ മുറുകുന്നതിന് മുമ്പ് ഞാൻ എന്നെ തീർക്കും. എന്റെ അമ്മയില്ലാത്തൊരു ലോകത്ത് എനിക്ക് ജീവിക്കണ്ട. എന്താ ചാവുന്നില്ലേ? ചത്തോ അമ്മ. ഒന്നിച്ച് പോവാലോ നമുക്ക്. നോക്ക്, ജീവിതത്തിൽ തങ്കം തോറ്റുപോയെന്ന് മറ്റുള്ളവർ കളിയാക്കുന്നുണ്ടാവും. പക്ഷെ തങ്കത്തിനൊരു മോളുണ്ട്. എന്റെ അമ്മയെ പൊന്നു പോലെ നോക്കുന്ന വിശ്വാസമുള്ളൊരു മോള്. ഇങ്ങോട്ട് നോക്കമ്മ. നമുക്ക് വേറെ ആരും വേണ്ടമ്മ. നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ എനിക്ക് എന്റെ അമ്മയെ വേണം. അമ്മയുടെ അസുഖം മാറണം. ഇനി ഇങ്ങനെ ചെയ്തെന്നെ കൊല്ലാതെ കൊല്ലല്ലേ അമ്മ. എന്നെ ചാകാനും വിടില്ലല്ലേ? വിടില്ല, ഒരിക്കലും വിടില്ല. ഇനി ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേ കേട്ടോ. ഈ അമ്മയോട് ക്ഷമിക്കണേ മോളെ. അമ്മ, സർ, സീതാരാമാമിന്റെ മാനേജർ വന്നിട്ടുണ്ട്. എന്തിന്? സാറിനെ ഒന്ന് നേരിട്ട് കാണണമെന്ന്. എന്റെ പൊന്നു സാറേ, എന്റെ കണക്കൂട്ടലനുസരിച്ച് ഇതൊരു കോംപ്രമൈസ് സ്റ്റോക്കാ. അവരാഗ്രഹിച്ച 2 പ്രോപ്പർട്ടിയും നമ്മൾ മേടിച്ചല്ലോ. ഒന്നുകിൽ അത് തിരിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഇനി മുതൽ നമ്മൾ പരസ്പരം കൂട്ടിമുട്ടരുതെന്ന് അപേക്ഷിക്കാൻ. ദേ, സാറ് വിട്ടുവീഴ്ച ചെയ്യരുത്, വഴങ്ങിക്കൊടുക്കരുത്. താൻ അവരെ വിളിക്കും മാണിക്കുഞ്ഞ്. ആവശ്യം എന്താണെന്ന് അറിയാതെ ഊഹാപോഹങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല. വെൽക്കം, വെൽക്കം മിസ് സിനി. എന്റെ പേര് സീതാരാമേമൻ അറിയുമ്പോ അവരുടെ നിഴലിനെ കൂടി പരിചയം ഉണ്ടാവണല്ലോ. കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. ദെൻ പറയൂ. സീതാര മാമിന് മിസ്റ്റർ നവീനെ ഒന്ന് കാണണം. അങ്ങോട്ടൊന്ന് വരാമോ എന്ന് ചോദിച്ചു. ആര്? നവീൻ സാറോ? നവീൻ സാർ അങ്ങനെ ആരെയും അങ്ങോട്ട് പോയി കാണാറില്ല. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ സീതാരാമാമിനോട് ഇങ്ങോട്ട് വന്ന് സാറിനെ കാണാൻ പറ. ഏയ്, എന്താ മാണിക്കുഞ്ഞത്? സീതാരാമേമന്റെ ഭാഗത്തുനിന്ന് ആദ്യമായിട്ട് വന്നൊരു കാര്യമല്ലേ? ഐ ഡോണ്ട് വാണ്ട് ടു ഡിനൈ ദാറ്റ്. കാണാൻ എനിക്ക് സമ്മതമാണെന്ന് പറയും. താങ്ക് യു. വി വിൽ മീറ്റ് അഗൈൻ മിസ് സിനി. താങ്ക് യു സർ.